കാളിയ ദർപ്പം തീർത്ത പാദങ്ങളും കണ്ടു കരുണാമയനിൽ ഞാൻ അലിഞ്ഞു ചേർന്നു. കാളിയ ദർപ്പം തീർത്ത പാദങ്ങളും കണ്ടു കരുണാമയനിൽ ഞാൻ അലിഞ്ഞു ചേർന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ ശങ്കുലി ഉണർന്നു ഗുരുവായൂരപ്പൻ്റെ തിരുനട തുറന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് നാരായണീയം നമ്മൾ പ്രലംബ അസുരവധം, അതാണ് 57ാമത്തെ ദശകമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ പ്രലംബ അസുരവധത്തിന് മുമ്പായിട്ട് നമ്മൾ കണ്ടതാണ് കാളിയൻ്റെ ദർപ്പം ഗർവിനെ ശമിപ്പിച്ച കൃഷ്ണൻ്റെ ലീലയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ലീലയാണ് നമ്മൾ കണ്ടത്. അതാണ് കാളിയ ദർപ്പം തീർത്ത പാദങ്ങളും കണ്ടു കരുണാമയനിൽ ഞാൻ അലിഞ്ഞു ചേർന്നു എന്ന് പറയുന്ന ആ ഒരു വരികൾ. അപ്പോൾ പിന്നെ ഈ പ്രലംബൻ എന്ന അസുരനെ വധിക്കുന്ന ഒരു ലീലയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൃഷ്ണൻ ഗോപന്മാരുമായിട്ടും അതുപോലെ തന്നെ പിന്നെ പശുക്കളുമായിട്ടും ബലരാമനുമായിട്ടൊക്കെ ഇങ്ങനെ വനയാത്ര ഭഗവാന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ കാനനത്തിലേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു രംഗം, ആ ഒരു സമയത്ത് ഭഗവാൻ അതിശോഭയുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ധരിച്ചാണ് എപ്പോഴും നടക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ പശുക്കളുമായിട്ടൊക്കെ പോകുമ്പോൾ കയ്യിലൊരു കോലുണ്ടാവും. ഈ ഇടയക്കുട്ടികളൊക്കെ കൊണ്ട് നടക്കുന്ന ഈ പശുക്കളെ നിയന്ത്രിക്കുന്നതിന് ഒരു കോല്, ആ കോലുണ്ട് കയ്യിൽ. പിന്നെ ഭഗവാന്റെ അതിശോഭയുള്ള വേഷവും കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഭഗവാന്റെ ആ രൂപം. പിന്നെ മാത്രമല്ല ഈ കാനന ഭംഗി ആസ്വദിക്കാൻ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണന്. അപ്പോൾ തൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഓരോ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ആസ്വദിച്ചു കൊണ്ട് നടക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഗോപന്മാരുടെ ഇടയിൽ പ്രലംബാസുരൻ ഭഗവാനെ വധിക്കാനായി എത്തിയ വിവരം മറ്റാരും അറിഞ്ഞില്ല. പക്ഷേ കൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാം അറിയുന്ന ഭഗവാനെ അറിയാമല്ലോ ഇത്. അപ്പോൾ ആ ഒരു വേഷം മാറി വന്ന പ്രലംബാസുരൻ ഗോപന്മാരുടെ വേഷത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ഭഗവാൻ ഇത് അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. കാരണം ഇതുപോലെയാണ് നമ്മളുടെ ഏത് കാര്യവും എല്ലാം അറിയുന്ന ഭഗവാൻ ചിലപ്പോൾ പലതും അറിയാത്ത രീതിയിൽ ഇങ്ങനെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെയൊക്കെ നമ്മുടെ ഇടയിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ തത്വം. പിന്നെ അപ്പോൾ ഈ പ്രലംബാസുരനൊക്കെ ഉള്ള കാര്യം അറിഞ്ഞ ഭഗവാൻ വനത്തിലെത്തിയപ്പോൾ അവർ ദ്വന്ദ്വയുദ്ധം പ്ലാൻ ചെയ്തു. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഒരു ഗ്രൂപ്പിൻ്റെ പിന്നെ എന്താ പറയുക, ഒരു പക്ഷത്ത് പിന്നെ നേതാവായിട്ട് അല്ലെങ്കിൽ അതിനെ നയിക്കുന്നത് കൃഷ്ണനും, അടുത്ത പക്ഷത്തെ 2 ഗ്രൂപ്പ് എന്ന് പറയാം നയിക്കുന്നത് ബലരാമനും. അപ്പോൾ ഈ പ്രലംബാസുരൻ കൃഷ്ണൻ്റെ പക്ഷത്താണ് ചേർന്ന്. കാരണം മറുപക്ഷത്ത് ചേർന്നാൽ കൃഷ്ണനെ നേരിടേണ്ടി വരുമല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും മറുപക്ഷത്ത് അല്ല ചേർന്ന് കൃഷ്ണൻ്റെ പക്ഷത്ത് ചേർന്ന് കൃഷ്ണൻ്റെ സുഹൃത്തായിട്ട് ഇരുന്നു. ഭഗവാനും ഇതെല്ലാം മനസ്സിലാക്കി. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പന്തയം വെച്ചു. കാരണം തോറ്റ ആൾ ജയിച്ച ആളെ ചുമലിലേറ്റിയിട്ട് കുറേ ദൂരം നടക്കണം, അതായിരുന്നു പന്തയം. അപ്പോൾ ആ പന്തയം കൂടെ കേട്ടപ്പോൾ പ്രലംബാസുരന് തോന്നി പണ്ട് തൃണാവർത്തന ഭഗവാൻ തൻ്റെ ശക്തി കാണിച്ചു കൊടുത്ത് വധിച്ച കാര്യമൊക്കെ ഓർമ്മ വന്ന്, അതുകൊണ്ടായിരിക്കാം ഭഗവാന്റെ ഗ്രൂപ്പിൽ തന്നെ ചേർന്നത്. പിന്നെ ആ പക്ഷത്ത് തന്നെ ചേർന്നു. അപ്പോൾ അങ്ങനെ ഭഗവാനും ശ്രീധാമാവുമായിട്ട് ഉള്ള ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ ശ്രീധാമാവ് ജയിക്കുകയും കൃഷ്ണൻ തോൽക്കുകയും ചെയ്തു. അപ്പോൾ കൃഷ്ണന് ശ്രീധാമാവിനെ എടുത്ത് കുറേ ദൂരം നടക്കേണ്ടി വന്നു തോളിൽ ചുമന്നിട്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ അങ്ങനെ ചെയ്യുകയും നമുക്ക് എല്ലാവർക്കും ഒരു സന്ദേശം തന്നു. ഭഗവാൻ തൻ്റെ ശ്രീധാമാവ് കൃഷ്ണഭക്തനാണ്. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ ഭഗവാൻ എന്തു വേണമെങ്കിലും ചെയ്യുന്നതാണ്. തോളിലേറ്റി നടക്കുകയോ അത്രയും ദാസനാണ്
അപ്പോൾ ആ ഒരു ആ തത്വമാണ് നമുക്ക് ഇവിടുന്ന് സീതാമാവിനെ തോളിലേറ്റ് നടന്ന ഭഗവാനിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത്. പിന്നെ ബലരാമനും പിന്നെ പ്രലംബാസുരനുമായിട്ടുള്ള ഒരു യുദ്ധവും ദ്വന്ദ്വയുദ്ധം നടന്നപ്പോൾ അതിൽ പിന്നെ പ്രലംബാസുരൻ തോറ്റു. അങ്ങനെ ബലരാമനെ ഏറ്റി നടക്കേണ്ട സ്ഥിതി വന്നു. അങ്ങനെ ബലരാമനെ തോളിലേറ്റിയിട്ട് പ്രലംബാസുരൻ നടന്നപ്പോൾ അതുവരെ ബലരാമൻ അറിഞ്ഞുകൂടായിരുന്നു ഇതാരാണെന്ന്. പിന്നെയാണ് തൻ്റെ യോഗശക്തി കൊണ്ടത് മനസ്സിലാക്കി ബലരാമൻ. എന്നിട്ട് പിന്നെ പതുക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരഭാരം വർദ്ധിപ്പിച്ചു. ബലരാമനും നല്ല കരുത്തുള്ള ബലത്തോടു കൂടിയ ആളാണ്. അപ്പോൾ അത് കാരണം ആ അസുരനെ തിരിച്ചറിഞ്ഞപ്പോൾ അസുരന് ഈ ഭാരം താങ്ങാൻ വയ്യാതെ വന്നപ്പോൾ അസുരൻ എന്ത് ചെയ്തു, തൻ്റെ ശരിയായിട്ടുള്ള അസുരരൂപം പുറത്തെടുത്തു. അപ്പോൾ ഈ അസുരരൂപം കണ്ടിട്ട് ബലരാമൻ തന്നെ കുറച്ച് പേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബലരാമൻ സഹായത്തിനായിട്ട് കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ കൃഷ്ണൻ്റെ ആ മുഖത്ത് ആ ഒരു തേജസ്, ആ ഒരു വീര്യം അല്ലെങ്കിൽ ആ ഒരു തേജസ് കൊണ്ട് തന്നെ ഈ പ്രലംബാസുരൻ്റെ മുഷ്ടി പ്രഹരത്താൽ തല പ്രഹരിച്ച് അയാളെ വധിക്കാൻ ബലരാമന് കഴിഞ്ഞു. അതാണ് ഭഗവാന്റെ ആ ഒരു നോട്ടം മതി. ആ ഒരു നോട്ടം, ആ ഒരു കാരുണ്യമുള്ള നോട്ടം കിട്ടണമെങ്കിൽ അത്രയും ഭക്തിയും വേണം, അത്രയും ആത്മാർത്ഥതയും വേണം, ഉള്ളിൽ ശുദ്ധിയും വേണം. ആ ശുദ്ധി ഇല്ലാത്തതാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. അതുകൊണ്ടാണ് ഭഗവാന്റെ കടാക്ഷം ലഭിക്കാത്തത്, പിന്നെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാവാത്തത്. പിന്നെ അപ്പോൾ അങ്ങനെ ആ ഒരു ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ആ പ്രലംബാസുരൻ്റെ തല മുഷ്ടിപ്രഹരത്താൽ പിന്നെ അടിച്ചു തകർക്കാനുള്ള ഒരു ബലം ബലരാമന് ലഭിക്കുകയും ആ ഒരു ശക്തിയാൽ അങ്ങനെ പ്രലംബാസുരനെ വധിക്കുകയും ചെയ്ത ബലരാമൻ ശരിക്കും പറയുകയാണെങ്കിൽ സംഘർഷണമൂർത്തിയാണ്, പൂർണ്ണാവതാരമല്ല, അംശാവതാരമാണ്. എന്നാൽ ശ്രീകൃഷ്ണനാണ് പൂർണ്ണാവതാരം. അപ്പോൾ സംഘർഷണമൂർത്തി ഭഗവാന്റെ തന്നെ വേറൊരു രൂപമാണ്. ഈ പ്രപഞ്ചത്തെയും ഭഗവാന് തന്നെയും താങ്ങി നിർത്തുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ആദിശേഷനിൽ ശയിക്കുന്ന ഭഗവാൻ, വിഷ്ണു ഭഗവാൻ. അപ്പോൾ ആദിശേഷൻ തന്നെയാണ് സംഘർഷണമൂർത്തി, അത് തന്നെയാണ് ബലരാമൻ. അപ്പോൾ ഇതെല്ലാം ആകാശത്തു നിന്ന് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി സന്തോഷിച്ചു. പിന്നെ പ്രലംബനെ വധിച്ചതിൽ ഈ അഖില ലോകത്തിൻ്റെ ആശ്രയമായ ഭഗവാൻ കൃഷ്ണനെ നമിക്കുകയും സ്തുതിക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള ആ ഭഗവാനോട് തൻ്റെ രോഗം മാറ്റിത്തരണേയെന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. നമുക്കും നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാ ശമനത്തിനും വേണ്ടി എല്ലാ പ്രയാസങ്ങളും നേരിടാനുള്ള ശക്തി തരണേയെന്ന് നമുക്കും അഭ്യർത്ഥിക്കാം ഭഗവാനോട്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദസഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാകവിയെ പ്രണമിക്കുന്നു. ഗണേശായ നമ, സരസ്വതി നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. പ്രലംബാസുരവധം 57-ാം ദശകം. നാരായണീയം. രാമസഖ്വാപി ദിനേ കാമധ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരഭിഗോപാനാം ധേനുഭിരഭിസംവൃതോലസദ്വേഷഃ സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹ ബാലൈർഭാണ്ഡീരഗമാഗമോ വടം ക്രീഡൻ താവത്താവഗനിധന സ്പൃഹയാലുർഗോപമൂർത്തിരധായാലുഃ
ദൈത്യപ്രലംബനാമാ പ്രലംബബാഹം ഭവന്തം ആപേദേ ജാനൻ ഇവ തേന സമം നിബന്ധ സൗഹാർദ്ദഃ വടനികടേ പടുപശുഭവ്യാബന്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാഃ ഗോപാൻ വിഭജ്യ തന്വൻ സംഗം ബലഭദ്രകം ഭവത്കമഭി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബല ഗതമന്വമന്യതാ ഭഗവൻ കൽപ്പിത വിജേതൃവഹനേ സമരേ പരയൂധകം സ്വദൈതതരം ശ്രീധാമാന മദദ്ധാഃ പരാജിതോ ഭക്തദാസധാം പ്രധയൻ ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിതപ്രലംബോ ജഹാര തം ദൂരദോ ഭവദ്ഭീത്യാ ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലീനി വിഹിതഗരിമഭരേ ദൈത്യസ്വരൂപമാഗാദ് യദ്രൂപാത് സഹി ബലോബി ചകിതോഭൂത് ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദൂരതോ രാമഃ വിഗതഭയോ ദൃഢമുഷ്ട്യാ വൃഷദുഷ്ടം സപദി പിഷ്ടവാനേനം ഹത്വാ ദാനവവീരം പ്രാപ്തം ബലമാലിലിംഗിതപ്രേംണാ താവന്മിളതോർയുവയോः ശിരസി കൃതാ പുഷ്പവൃഷ്ടിർ അമരഗണൈः ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വിഹായ സദ്യോ ലോലാംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു ദശകം 57 പ്രലംബ അസുരവധം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാരായണ 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 നാരായണ. അഖില ഗുരു ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. യോഗീന്ദ്രാണാം ത്വദംഗീഷധികസുമുദരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരികിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പാവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം അജ്ഞാത്വാ തേ മഹത്വം യതികനിഗദിതം വിശ്വനാഥക്ഷമേത ശ്രോത്രം ചേത സഹസ്രോത്തരമധികതരം തത്പ്രസാദായ ഭൂയാത് വേദാ നാരായണീയം ശ്രുതിഷു ജജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്പീദം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം സർവദാ സർവത്ര സർവേഷു ആയുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു 57-ാം ദശകം പ്രലംബ അസുരവധം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഓം തത്സത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.